ആദരണീയനായ എൻ്റെ സുഹൃത്തും നിയമസഭയിലെ സഹപ്രവർത്തനുമായിരുന്ന ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ KN കുഞ്ഞു മുഹമ്മദ്, ഡോക്ടർ ഖദീജ മുംതാസ്, മറ്റ് ആദരണീയരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഒരു വിഷയം പൊതുവെ കേരളത്തിൽ ആരും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്നുണ്ടാകുക എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല, പലരും ഇത്തരം ചർച്ചകളെ ഒഴിവാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വിഷയം വെച്ചിട്ട് കേരളത്തിൽ ഇതിനു മുമ്പ് ഒരു ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സങ്കീർണമാണത് എന്നുള്ളത് കൊണ്ട് തന്നെ സങ്കീർണമാണ്. എവിടെ തൊട്ടാലും വൈഷമ്യങ്ങളും പരാതികളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആശയ പ്രശ്നങ്ങളും ഒക്കെ വരും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇത് ചർച്ച ചെയ്യാതെ കേരളീയ സമൂഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് ദേശീയ മാനവേദി വയ്ക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഭൂരിപക്ഷത്തിൻ്റെതായിട്ടുള്ള ഒരു വിഭാഗമാണ്. ലോകമെങ്ങും ഭൂരിപക്ഷം സമൂഹം, മതസമൂഹം എന്ന് പറയുന്നത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയാണ്. അവരാണ് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പൊതുവെ ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ ബേസിൽ നിന്നിട്ടാണ് കുറച്ച് സംസാരിക്കാൻ ആലോചിക്കുന്നത്. രണ്ട് ഇതുകളും അപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്പൺ സൊസൈറ്റിയാണ് എന്ന ഒരു നിലപാട് പൊതുവെ ലോകത്തൊക്കെ ഉണ്ട്. അതിന് കാരണം അത് യൂറോപ്പിൻ്റെ മതമായി മാറിയത് കൊണ്ടാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാം ഇസ് എ ക്ലോസ്ഡ് സൊസൈറ്റി. ഇസ്ലാം എ ക്ലോസ്ഡ് സൊസൈറ്റി എന്നാണ് എല്ലാവരും പറയുന്നത്. അത് എന്താ പറയുക, ക്ലോസ് ചെയ്യപ്പെട്ടുള്ള, ഓപ്പൺ ഇല്ലാത്ത, ഒരിക്കലും കടക്കാൻ പറ്റാത്ത, മറ്റു സമൂഹങ്ങൾക്ക് കടക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് എന്ന ഒരു ഇതാണ് പൊതുവെ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയിട്ടുള്ളത്. ഇത് സത്യമാണോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം വരുന്നത് 7ാം നൂറ്റാണ്ടിലാണ്. 7th സെഞ്ച്വറിയിലാണ് ഇസ്ലാം ആവിർഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്ലാം വരുന്ന കാലത്ത് 7 നൂറ്റാണ്ടായിരിക്കുന്നു ക്രിസ്ത്യാനിറ്റി വന്നിട്ട്. അതിലും എത്രയോ നൂറ്റാണ്ടുകളായിരിക്കുന്നു ജൂത മതം വന്നിട്ട്. ഗ്രീക്ക് ഫിലോസഫിയും ആളുകളും, സോക്രട്ടീസിനെ പോലെ, അരിസ്റ്റോട്ടലിനെ പോലെ, ഇവരൊക്കെ വന്നിട്ട് തന്നെ ഒരു 1000 കൊല്ലത്തോളം വരുമ്പോഴാണ് ഇസ്ലാം ഏകദൈവ വിശ്വാസവുമായിട്ട് മക്കയിൽ പ്രതിഷ്ഠപ്പെടുന്നത്. അപ്പോൾ ഏകദൈവ വിശ്വാസം അതിനു മുമ്പുണ്ടായിട്ടില്ലേ? അത് എത്രയോ പ്രാചീനമായ ഒരു കൺസെപ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏകദൈവ വിശ്വാസം ഈജിപ്തിൽ BC വളരെ മുമ്പുള്ള ഒരു വിശ്വാസ പ്രമാണമാണ് എന്നാണ് പറയുന്നത്. അത് ഏകം, അതോം എന്നാണ് അവർ ആ ദൈവത്തെ വിളിച്ചിരുന്നത്. ആ ദൈവത്തിന്റെ പ്രത്യേകത അത് പ്ലസും മൈനസും ചേർന്ന ഒരു സങ്കല്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എബ്രഹാമിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ എത്രയോ മുമ്പ് തന്നെ ഈ ഒരു വിശ്വാസം പശ്ചിമേഷ്യയിൽ മുഴുവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലുള്ള ഈ പ്ലസും മൈനസുമാണ് ഇസ്ലാമിൽ പിന്നീട് ഈമാൻ കാര്യമായിട്ട് എടുത്ത് പറയുന്ന ഖൈറും ശിറും, അതായത് നന്മയും തിന്മയും ഞാനാണ് എന്ന് പറയുന്ന സിദ്ധാന്തം ഈ അതോം എന്ന ദൈവസങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിലുള്ള
ഒരു ദൈവ സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണമാണ് വരുമ്പോൾ ഇത് ഒരു ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അന്ധകാരമായിട്ടുള്ള ഒരു ഇതിലേക്കാണ് വരുന്നതെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധാണെന്ന് എനിക്ക് തോന്നുന്നത്. ലോകം മുഴുവൻ വെളിച്ചമുള്ള ഒരു കാലത്ത് തന്നെയാണ് ഇസ്ലാം വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകം മുഴുവൻ വെളിച്ചമുള്ള ഒരു കാലത്ത് തന്നെയാണ്. വേണമെങ്കിൽ മക്കയില് പോലും ജൂതൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് മാത്രമാണ് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നത് എന്ന് കാണാൻ പറ്റും. ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ഇതെന്താ? വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ടു ദ മാൻകൈൻഡ് എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചാൽ നിങ്ങൾ എന്താ പറയാ? അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറയാ? സ്വാഭാവികമായിട്ട് പറയും തൗഹീദാണ് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം. അല്ല, സൃഷ്ടിയെയും സൃഷ്ടാവിനെയും വേർതിരിച്ച ആദ്യത്തെ മതം ഇസ്ലാമാണ്. എന്താണ്? സൃഷ്ടിയെയും സൃഷ്ടാവിനെയും കൃത്യമായിട്ട് വേർതിരിക്കുന്ന ആദ്യത്തെ മതം ഇസ്ലാമാണ്. അത് പറഞ്ഞു സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ് എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിറ്റിയിൽ പോലും ഭൂമിക്ക് പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു. എന്നാൽ ഇസ്ലാം പൂർണ്ണമായിട്ട് അത് സൃഷ്ടിയാണെന്ന് പറഞ്ഞു. മാത്രമല്ല, സൃഷ്ടികളെ അന്വേഷിക്കാൻ സൃഷ്ടാവിനെ അന്വേഷിക്കാൻ സൃഷ്ടികൾക്ക് അവകാശമുണ്ട് എന്നത് പറയുകയും ചെയ്തു. അങ്ങനെയാണ് അസ്ട്രോണമി പോലുള്ള ഗണിതശാസ്ത്ര ശാഖകള്, വൈദ്യശാഖകള്, അതുപോലെ സ്പെയിനില് അണക്കെട്ട് കെട്ടി ജലസേചനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ. അസ്ട്രോണമി തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടം അതാണ്. ഈ കാലഘട്ടത്തിലാണ് അസ്ട്രോണമി ധാരാളമായിട്ട് സയൻസും ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ഹെലിനിക് ചിന്തകൾ, ഗ്രീക്ക് ചിന്തകൾ ഇസ്ലാമിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. അക്കാലത്തുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനും ഈ ഗ്രീക്ക് ഫിലോസഫി പഠിക്കാതെ പോയിട്ടില്ല. ഇമാം ഗസാലി ആയാലും ഇബ്നു റഷീദ് ആയാലും അൽറാസി ആയാലും ഇബ്നു സിന്ന ആയാലും ഏത് മേഖലകളിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും അവരൊക്കെ തന്നെ ഹെലിനിക് ചിന്തകളെ, ഗ്രീക്ക് ചിന്തകളെ അവഗാഹം പഠിച്ച് അതിൽ നിന്ന് പലതും ഉൾക്കൊണ്ട ആളുകളാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി 9ാം നൂറ്റാണ്ടില്, അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇറാനില്. പ്രവാചകന്റെ കാലത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ജുംഡിഷാപൂരിൽ. ഇറാനിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ 6ാം നമ്മളുടെ നാളന്ത പോലുള്ള യൂണിവേഴ്സിറ്റി. ഇന്ത്യയൊക്കെ വളരെ അക്കാലത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ഗണിതശാസ്ത്രത്തിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാടായിരുന്നു. 9ാം നൂറ്റാണ്ടിലാണ് ഇറാഖിലെ ഹൗസ് ഓഫ് വിസ്ഡം, ബെയ്ത്തുൽ ഹിക്മ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാവുന്നത്. ആ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അൽ ഖവാരിസ്മി എത്തിപ്പെടുന്നത്. അൽ ഖവാരിസ്മി വന്നിട്ട് ആദ്യം ചോദിച്ചത് ഇവിടെ ഏതെല്ലാം പുസ്തകങ്ങളുണ്ട് എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു ഇവിടെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്, ടോളമി ഉണ്ട്, പൈത്തഗോറസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവർ ചോദിച്ചു ബ്രഹ്മസ്ഫുട സിദ്ധാന്തയുണ്ടോ ബ്രഹ്മഗുപ്തന്റെ? അതും ഉണ്ട്. എനിക്കതാണ്, അത് അന്വേഷിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തയാണ് അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ടായിരുന്നത്. അത് അന്ന് ഇറാഖിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മൈക്കൽ മോർഗൻ ലോസ്റ്റ് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പോയിട്ട് ഈ നെത്തിങ്നെസ്സിന്, ഒന്നുമില്ലായ്മയ്ക്ക് ഒരു പ്രത്യേകതരം ഡോട്ട് ഇട്ടുകൊണ്ടാണ് ബ്രഹ്മഗുപ്തൻ അതിനെ ചിത്രീകരിച്ചത്. ദ ഹിന്ദു ഡോട്ട്, വളരെ കൃത്യമായി ദ ഹിന്ദു ഡോട്ട്. എന്റെ കൊട്ടേഷൻ അല്ല, മൈക്കൽ മോർഗന്റെ വാക്കാണ് ഞാൻ പറഞ്ഞത്. ആ ഹിന്ദു ഡോട്ടാണ് അൽ ഖവാരിസ്മിയെ അത്ഭുതപ്പെടുത്തിയതും ചിന്തിപ്പിച്ചതും എന്നാണ് പറയുന്നത്. പ്ലസിന്റെയും മൈനസിന്റെ ഇടയിൽ ആ ഹിന്ദു ഡോട്ടാണ് അദ്ദേഹം വെച്ചത്. ആ ഹിന്ദു ഡോട്ട് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഡോട്ടാണ്. അതാണ് അറബിക്കിലെ ഇന്നത്തെ 0 എന്ന് പറയുന്നത്. അത്
ബ്രഹ്മഗുപ്തന്റെ ഹിന്ദു ഡോട്ടാണ്. അങ്ങനെയാണ് അറബിക്കിൽ 0. അപ്പൊ ഞാൻ പറയുന്നത് കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ തന്നെ ഈ കാലത്ത് നടന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ അക്കാലത്തുണ്ട്. അൽ റാസിയുടെ 24 വോളിയമാണ്. 24 വോളിയമുള്ള അൽഹാവി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, ഇന്നും അവൈലബിൾ ആണ്. അതുപോലെ ഇബ്നു സിന്നയുടെ കാനൂൻ ഓഫ് മെഡിസിൻ 5 വോളിയം, അതിലൊരു വോളിയം ഞാൻ കണ്ടു. ഇന്റേണൽ മെഡിസിൻ എനിക്ക് വായിക്കാൻ അറിയില്ല, അതുള്ള കാര്യം പറയാം. എൻ്റെ വീട്ടിൽ ഒരു ഡോക്ടർ ഉണ്ട്, അയാളിത് വായിക്കാൻ വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ നിന്ന് വരുത്തിച്ച് 5 വോളിയം അവൈലബിൾ ആണ്. അതുപോലെ കാഴ്ചയെക്കുറിച്ച് ആദ്യത്തെ സിദ്ധാന്തം വരുന്നത് 1000 കൊല്ലം എന്ന് പറയുമ്പോൾ 15-ാം നൂറ്റാണ്ടിലാണ്, അല്ല 10-ാം നൂറ്റാണ്ടിലാണ്. 1000 കൊല്ലം തേഞ്ഞത് 2015-ലാണ്. യുനെസ്കോ പ്രകാശവർഷമായിട്ട് ഇബ്നു ഹൈത്തം എന്ന് പറയുന്ന അയാളാണ് കമൂറ ഒബ്സ്ക്യൂറ, ക്യാമറ എന്ന് പറയുന്ന പിൻഹോൾ ക്യാമറ കണ്ടെത്തുന്നത്. എങ്ങനെയാണ്? കാഴ്ച വസ്തുവിൽ തട്ടിയിട്ടുള്ള വെളിച്ചത്തിൽ നിന്നാണ് കാഴ്ച ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം ടോളമിയെയും മറ്റ് ഗ്രീക്ക് ചിന്തകരെയും തിരുത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ഇബ്നു ഹൈത്തമാണ്. 976-ലാണ് കൈറോയിലെ അൽ അസർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. 977 അവിടെ എഞ്ചിനീയറിംഗിന്, അക്കാലത്തെ എഞ്ചിനീയറിംഗിൽ പഠിച്ച ആളായിരുന്നു ഇബ്നു ഹൈത്തം. ഇബ്നു ഹൈത്തം പറഞ്ഞു, നൈൽ നദിയില് വെള്ളപ്പൊക്കത്തിന് എൻ്റെ കയ്യില് മരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസന്റേഷൻ നടത്തുകയും പൂർണ്ണ പരാജിതനായി അദ്ദേഹം ബസറയിലെ കടൽ തീരത്ത് വന്ന് ഏകാന്തനായിരിക്കുകയും ചെയ്ത് സൂര്യരശ്മികൾ കടലിൽ വന്ന് പതിക്കുന്നതിന്റെ ഇത് നോക്കിയിട്ടാണ് അദ്ദേഹം തന്റെ ഒപ്റ്റിക് എന്ന ഗ്രന്ഥം ഉണ്ടാവുന്നത്. കാഴ്ചയെക്കുറിച്ചും പിൻഹോൾ ക്യാമറയെക്കുറിച്ചും കമോറ ഒബ്സ്ക്യൂറയെ കുറിച്ചും എത്തുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ദുരന്തം എന്ന് വെച്ചാൽ അദ്ദേഹം ഭ്രാന്തനായി കൈറോയിലെ ഒരു ജയിലിൽ വെച്ച് മരിച്ചു എന്നാണ് കഥ. അപ്പോ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ് ദ ഒപ്റ്റിക്. ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൺലൈനിൽ 5 വോളിയോ അവൈലബിൾ ആണ്. ഇത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ക്യാമറയുടെ ലൈറ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നുണ്ട്. ഇത് യൂറോപ്യൻസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വിജ്ഞാന മേഖലകളെ 1000 കൊല്ലത്തെ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ് അവർ ചെയ്തത്. യൂറോപ്പ് 1000 കൊല്ലം ഡാർക്ക്നെസ്സിലായിരുന്നു, എന്നാൽ ഈസ്റ്റ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇങ്ങനെ ഈ ഈസ്റ്റിനെ ഇപ്പൊ കാനൂൺ ഓഫ് മെഡിസിൻ എഴുതിയ ആള് അദ്ദേഹമാണ് ഫാർമക്കോളജി, ഇന്ന് കാണുന്ന ഫാർമക്കോളജിന്റെ ഡെവലപ്മെന്റ്. ഇങ്ങനെ ശാസ്ത്ര വിജ്ഞാന രംഗത്ത് ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു നൂറ്റാണ്ടാണ് 7-ാം നൂറ്റാണ്ട് മുതൽ കുരിശുയുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ. കുരിശുദ്ധങ്ങളിലെ അത് വലിയ സംവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ സിദ്ധാന്തമായിട്ട് തുടങ്ങിയത് ഒരു രാജാവ് പറഞ്ഞു ഖുർആൻ സൃഷ്ടിയാണ്. സൃഷ്ടിവാദം ഇസ്ലാമിലെ വളരെ പ്രസിദ്ധമായ ഒരു ഇതായിരുന്നു സൃഷ്ടിവാദം. സൃഷ്ടിവാദം എന്താ? ഖുർആൻ സൃഷ്ടിയാണോ? ഇമാം പറഞ്ഞു ഖുർആൻ സൃഷ്ടിയാണ്. സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ ആരുടെ സൃഷ്ടിയാ? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോ അക്കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരെ വിളിച്ച് പലരെയും ചോദിച്ചു. അതിൽ ഒരാളെ വിളിച്ചപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചു സൃഷ്ടിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് അമ്പൽ. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്നോടാണോ ചോദ്യം? അപ്പൊ രാജാവ് വളരെ ശക്തമായിട്ട് സൃഷ്ടിയാണ് എന്ന വാദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് മൈമൂൺ പോയിട്ട് പിരമിഡ് തുറന്നു നോക്കിയ ആളാണ്. അത്രയും വലിയ ശാസ്ത്ര ഇതുണ്ടായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു സൃഷ്ടിയാണോ എന്ന് ഈ പണ്ഡിതനോട് ചോദിച്ചു. വലിയ തർക്കവും നിരവധി ആളെ ജയിലിലൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു എന്നോടാണോ ചോദ്യം? അതെ, എങ്കിൽ സൃഷ്ടിയാണ്. അദ്ദേഹത്തോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ പണ്ഡിതന്മാർ ചോദിച്ചു അങ്ങയോട് അദ്ദേഹം ചോദിച്ചതോ എന്നോടാണോ ചോദ്യം എന്ന് ചോദിച്ചു. ഞാൻ സൃഷ്ടിയാണോ
എന്ന് ഉറപ്പിച്ച് ചോദിക്കാനാണ് അത് ചോദിച്ചത്. അദ്ദേഹം സൃഷ്ടിയാണെന്നാണ് പറഞ്ഞത്, ഖുർആൻ സൃഷ്ടിയാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ തർക്കം ഇന്നുള്ളതാണ് കേട്ടോ. രണ്ടും പ്രശ്നമാണ്. തർക്കമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണോ എന്ന സംശയം വരുന്നു. ഒരു സൃഷ്ടി പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. സൃഷ്ടി പൂർണ്ണമല്ല എന്നുള്ളിടത്താണ്. അപ്പൊ ദൈവത്തിന്റെ കലാമാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് സജീവമായിട്ട്. കലാം ദൈവത്തിന്റെ വചനമാണ് ഖുർആൻ എന്നുള്ളത് വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പങ്കുകാരില്ല എന്ന് ഖുർആൻ പറയുന്നു. ഇതൊരു നീണ്ട കാലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്രയും തരത്തിലുള്ള സംവാദങ്ങളും ഇതും ഒക്കെ തന്നെ നടന്ന ഒരു ഇത്. അവര് ഈ എല്ലാ ഇമാം ഗസാലിയെ പോലുള്ള ആളുകൾ, ഇമാം ഗസാലിയുടെ തുവാഫത്ത് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. തുവാഫത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് ഈ വെളിപാടും ശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ വെളിപാടിനെയാണ് എന്ന് ഇമാം ഗസാലി പ്രഖ്യാപിക്കുന്നു. 100 വർഷം കഴിഞ്ഞിട്ട് ഇബ്നു റഷീദ് തുവാഫത്ത് എഴുതിക്കൊണ്ട് ഇൻകൊഹിറൻസ് എഴുതിക്കൊണ്ട് ചോദിച്ചു, അതല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത് ശാസ്ത്രവും വെളിപാടും കൂട്ടുമുട്ടുകയില്ല എന്നുള്ളിടത്താണ്. അതൊരിക്കലും കൂട്ടിമുട്ടി പോവുകയില്ല, അത് രണ്ട് വഴിക്കാണ് എന്ന് സിദ്ധാന്തിക്കുന്നവരാണ്. ഇങ്ങനെ ശാസ്ത്രത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഒക്കെ തന്നെ ഇബ്നു റഷീദാണ് അരിസ്റ്റോട്ടലിനെ യൂറോപ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. നിങ്ങൾ യൂറോപ്പിലെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും കുരിശുദ്ധത്തിന് ശേഷമുള്ള, ഞാൻ പറയുന്നത് ഗ്രീക്കും റോമും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള മോഡേൺ ഇതുകളും വരുന്നത് 15-ാം നൂറ്റാണ്ടിനാണെന്ന്. കുരിശുദ്ധത്തില് ഇസ്ലാം വിജയിച്ചെങ്കിലും സുൽത്താൻ അയ്യൂബി, പക്ഷേ ഭീകരമായ പരാജയമാണ് എല്ലാ മേഖലകളും ഉണ്ടായത്. അവർ ദീർഘമായിട്ടുള്ള പട്ടിണിയിലേക്കും പെരുവട്ടത്തിലേക്കും. ഈ സമയത്താണ് ഇമാം ഗസാലിയെ പോലുള്ള ആളുകൾ ദൈവത്തില് അഭയം തേടുന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവന്നുകയും ഇസ്ലാം വീണ്ടും ഭക്തിമാർഗത്തിലേക്കും ഇന്ന് കാണുന്ന തരത്തിലുള്ള സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു മതമായി മാറുകയും ചെയ്യുന്നത് കുരിശുദ്ധത്തിന് ശേഷമാണ് അത് ഡാർക്ക്നെസ്സിലേക്ക് പോകുന്നത്. അത് പ്രധാനപ്പെട്ട 4 വർഷങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. 1452 ഓട്ടോമാൻ എംപയറിന്റെ സ്ഥാപനം, 1492 സ്പെയിനിന്റെ വീഴ്ച, ഇസ്ലാമിക രാജ്യമല്ലാതാകുന്ന സ്പെയിൻ, 1498 വാസ്കോഡി ഗാമ കേരളത്തിൽ വന്ന് പുതിയ തരത്തിലുള്ള പരീക്ഷണങ്ങളും ഇതുമായിട്ട് ഇൻവേഷൻസ് നടത്തുന്നു. അതായത് അറബികൾ എടുത്ത എല്ലാ വ്യവസായങ്ങളും എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവർ ഒന്നിച്ച് കൈയടക്കി കൊണ്ടുപോകുന്നതിന്റെ സൂചനകളായിരുന്നു അന്ന് കാണാം. 1526 കൊളംബസ് പ്രവർത്തനം, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു മാറ്റം വരുന്നതോട് കൂടിയിട്ട് ഈ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇതിലേക്ക് പോവുകയും വലിയ തോതിലുള്ള പിന്നോക്കടി അതിന് നേരിടുകയും അതിന്റെ എല്ലാ ശാസ്ത്ര വിജ്ഞാന രംഗങ്ങളും അത് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് പിൽക്കാലത്ത്. ചെറിയതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ പിന്നീട് അതിന് ഒരു മാറ്റം ഉണ്ടാകുന്നത് 1-ാം ലോക മഹായുദ്ധത്തോടുകൂടി ഓട്ടോമാൻ എംപയറിന്റെ തകർച്ച വരുന്നതോടു കൂടിയാണ്. അതിനൊരു അതോടുകൂടിയാണ് പെട്രോ ഡോളർ ഉണ്ടാകുന്നത്. പെട്രോ ഡോളറാണ് ഇസ്ലാമിക ലോകത്ത് പുതിയ വെളിച്ചമായിട്ട് വരുന്നത്, പണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പുരോഹിതന്മാരുടെ ചിന്തകളുടെ ഒന്നും ഇതല്ല. പണം വന്നോട് കൂടിയിട്ട് ചിന്തകളും പുതിയ രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകത്ത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിലുണ്ടായി. അപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇതിലേക്ക് വരുമ്പോൾ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത് വരുമ്പോൾ, നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ ആണ് നമ്മൾക്ക് എഴുതപ്പെട്ട ഇസ്ലാമിക ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ കയ്യിലുള്ളൂ. അതിനൊന്നും മുമ്പൊന്നുമില്ല. അപ്പൊ അതിന് കാരണം ഈ പൊന്നാനിക്കാരായിട്ടുള്ള മക്തൂംമാര്, സൈനുദ്ദീൻ മക്തൂം 1-ാമൻ 2-ാമൻ പോലുള്ള ആളുകൾ ഒക്കെ കൂടിയിട്ട് പൊന്നാനി കൈ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് പൊന്നാനിയിലും കുണ്ടോട്ടി കൈ എന്ന് പറയുന്നത് കുണ്ടോട്ടിയിലുമായിട്ട് 2 ധാരകളാണ് മലബാറിലാകുണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നീട് രണ്ടും ഒന്നാകുന്ന കാഴ്ചയാണ്. ഇവർ ഷിയാക്കളായിരുന്നു, കുണ്ടോട്ടിക്കാർ ഷിയാ തങ്ങന്മാരായിരുന്നു ആണ് നമ്മൾ കാണുന്നത്.
പിന്നീട് നമ്മൾ ഈ കാണുന്നത് ഈ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ഫത്തുൽ മൊയ്ൻ പോലുള്ള പുസ്തകങ്ങൾ, തുംഫത്തുൽ മുജാഹിദീൻ പോലുള്ള രചനകൾ, അതുപോലെ ഖാദി മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ അറബി മലയാളം വളരെ പ്രസക്തമായിട്ട് വരുന്ന ഒരു ഇതാണ്. ഇന്നലെ ഞാനൊരു ഇതിൽ വായിച്ചു, സാക്ഷരരായ സമൂഹം മലബാറിൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മുസ്ലിമുകളാണ് എന്നൊരു പ്രൊഫസർ പറയുന്നത് കേട്ട്. അദ്ദേഹം പറഞ്ഞു അറബി മലയാളം അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാമായിരുന്നു എന്നുള്ള ഒരു സത്യമായിരുന്നു. അറബി മലയാളം വലിയ കമ്മ്യൂണിറ്റി പല റിസർച്ചുകളും ഇപ്പോൾ അറബി മലയാളത്തെ കുറിച്ച് നടക്കുന്നുണ്ട്, ഒട്ടേറെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ മലയാളി അത് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് 20-ാം നൂറ്റാണ്ടോടുകൂടി നമ്മൾ കാണുന്നത്. അത് കാര്യമായിട്ട് ഇന്ന് മലയാളികൾ ഉപയോഗിക്കുന്നില്ല. അവർ വേഗം തന്നെ മലയാള ഭാഷയോടും, മലയാള ഭാഷ തന്നെയാണ് അറബി ലിപികളെ ഉപേക്ഷിച്ചുകൊണ്ട് മലയാള ഭാഷയിലേക്കൊക്കെ വരുന്ന കാഴ്ചയാണ് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി മലബാറിൽ രൂപപ്പെട്ട കാർഷിക കലാപങ്ങളാണ്. ഈ കാർഷിക കലാപങ്ങളിലൊക്കെ തന്നെ പ്രധാനമായിട്ട് കേരളത്തിൽ പങ്കുവഹിച്ചത് ഇസ്ലാമിക മതപണ്ഡിതന്മാരാണ്. ഉമ്മർ ഖാദി തൊട്ട് ഇങ്ങോട്ട് പിടിച്ചാൽ മമ്പറം ഫസല് തൊട്ടുള്ള എല്ലാ ആളുകളും ചെയ്തത് ഇത്തരത്തിലുള്ള കാർഷിക കലാപങ്ങൾക്ക്, അതിൽ അനീതിക്കെതിരെ മമ്പറം ഫസല് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഉച്ചിഷ്ടം ഭക്ഷിക്കരുത്, നീ എന്ന് അഭിസംബോധന ചെയ്താൽ നീ എന്ന് തന്നെ അഭിസംബോധന ചെയ്യണം. നിങ്ങളെ കാർഷിക സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്ന ജന്മികളെ ആയുധമെടുത്ത് പോരാടണം. അതിനാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. അദ്ദേഹത്തെ മാത്രമല്ല 47 കുടുംബാംഗങ്ങളെ പരപ്പനങ്ങാടിയിൽ നിന്ന് നാടുകടത്തിയിട്ട് അദ്ദേഹത്തെ ടർക്കിയിലേക്ക് പോയി. ആ കുടുംബം ഇന്നും സിറിയയിലുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ മുഹമ്മദ് റഹ്മാൻ സാഹിബൊക്കെ ഒരു ശ്രമം നടത്തി. ആ കുടുംബത്തെ ഒന്നും നടന്നില്ല. ഇവിടെ തന്നെ എതിരായിരുന്നു, മമ്പറം കുടുംബക്കാർ തന്നെ എതിരായിരുന്നു സ്വത്തിൻ്റെ ഒക്കെ പ്രശ്നത്തിൽ. അതിലേക്കൊന്നും ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു നമ്മൾ ആ നാടുകടത്തിനെ കുറിച്ച് നമ്മുടെ ഇതിലില്ല. നിങ്ങൾക്കറിയോ? ഇല്ല. നിങ്ങൾക്ക് സ്വദേശാഭിമാനിയെ നാടുകടത്തിയതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയോ അറിയാം, അല്ലേ? സെബാസ്റ്റ്യൻ പോളൊക്കെ പത്രപ്രവർത്തകർ സ്ഥിരം പറയുന്നതാണ്. സ്വദേശാഭിമാനിയെ മമ്പറം ഫസലിനെ അറിയില്ല. മമ്പറം ഫസലിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിണറായി വിജയന. മമ്പറം ഫസലിനെ കുറിച്ചൊരു പുസ്തകം തന്നെ വരുന്നത് പിണറായി വിജയന്റെ ഒരു കേരള യാത്ര 2010 മറ്റാണ്. ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ കേരള യാത്രയിൽ അദ്ദേഹം പ്രകാശനം ചെയ്തുകൊണ്ടാണ് മമ്പറം ഫസൽ കേരള ചരിത്രത്തിൽ. അദ്ദേഹത്തെ നാടുകടത്തിയത് അന്നത്തെ കനോലി സാഹിബാണ്. അദ്ദേഹത്തെ ഈ വെസ്റ്റ് ഹില്ലിലിട്ടിട്ടാണ് കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തിയത് 2ാം പ്രതി ഒരു സ്ത്രീയാണ്. മമ്പറത്ത് ബീവി എന്നാണ് സ്ത്രീയുടെ പേര്. എത്ര പേർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു, ഞാൻ പഠിത്തറിച്ച്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തെ തന്നെ നിരാകരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഇവിടെയുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ RSS വന്നപ്പോഴൊന്നുമല്ല, തെറ്റിദ്ധരിക്കേണ്ട. അത് ഈ കുരിശുയുദ്ധ കാലത്ത് ഉയർന്നു വന്ന ഒരു ആശയമാണ് ഈ ഇസ്ലാമോഫോബിയ എന്നുള്ളത്. അത് കേരളത്തിൽ അതിശക്തമായിട്ട് വരാൻ കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലാണ്. അപ്പൊ ഈ മമ്പറം ഫസലായാലും ഇവരൊക്കെ തന്നെ ആയാലും നടത്തിയ പരിശ്രമങ്ങള് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെയും കർഷക തൊഴിലാളികൾക്കും സംരക്ഷണം 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആദ്യം മുസ്ലിം കമ്മ്യൂണിറ്റി എൻട്രി ചെയ്യുന്നത് 1920 കോഴിക്കോട് പൊന്മാടത്ത് മൊയ്തീൻ കോയ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വരുന്ന ആദ്യത്തെ മുസ്ലിം നാമധാരി. പൊന്മാടത്ത് മൊയ്തീൻ കോയെ അറസ്റ്റ് ചെയ്ത് കെ മാധവൻ നായരെയും യാക്കൂബ് ഹസനെയും ഇവിടെ ജയിലിൽ അടച്ചപ്പോഴാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാർഷിക ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുന്നതും മഞ്ചേരി കോൺഗ്രസിലേക്ക് മൊയ്തു മൗലവിയും അലി മുസ്ലിയാരും വാര്യംകുന്നനും ഒക്കെ വന്ന് കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നതും ആ കാലത്താണ്. 21 മുഹമ്മദ് റഹ്മാൻ വരുന്നതും ഈ ഇതുണ്ടാവുന്നു. 21 മലബാർ കലാപം അതിരൂക്ഷമായിട്ടുള്ള വലിയ വർഗീയ കലാപത്തിലേക്കും അതുപോലെ തന്നെ സമരത്തിലേക്കും നിരവധി ആളുകൾക്ക് ഭവനരഹിതരാവുകയും ഒക്കെ ചെയ്ത്, അതായത് മലബാറിനെ ഇളക്കി മറിച്ച ഒരു സമരമായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധം കർഷകർ നടത്തിയ സമരം. പിന്നീട് അത് വലിയ ജില്ലയിലേക്ക് പോയി. മുഹമ്മദ് റഹ്മാൻ എതിരായിരുന്നു, പക്ഷെ അദ്ദേഹം അവർക്ക് ആ സമരത്തിൽ ജീവത്യാഗം ചെയ്ത ആളുകൾക്ക് വേണ്ടി ആ സമരത്തെക്കുറിച്ച്
23 കാക്കിനാട കോൺഗ്രസില് ചർച്ച ചെയ്തിട്ട് കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തി. ആ സമരം ഞങ്ങൾ തള്ളിപ്പറയുന്നു, ആ സമരം ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നിരുന്ന മുസ്ലിം സമൂഹം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ്. മുഹമ്മദ് റമാസവും മൊയ്തു മൗലവിയും ഒക്കെ അക്കാലത്ത് പെടാപ്പാടുപെട്ടിട്ട് പോലും മുസ്ലിം സമുദായത്തിന്റെ ഒരു ടോട്ടൽ ഇതിന് ചെയ്യാൻ പറ്റിയില്ല. 1937 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു. ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് 1937. 34 മുഹമ്മദ് റഹ്മാൻ സാഹിബ് ബോംബെ സെൻട്രൽ അസംബ്ലിയിലേക്ക് തോറ്റു. സത്താർ സേട്ട്, രണ്ടാളും കോൺഗ്രസ്സുകാരായിരുന്നു. ആ സത്താർ സേട്ട് പോയത് ജിന്നയുടെ അടുത്തേക്കായിരുന്നു. ജിന്ന അന്ന് ലീഗിന്റെ വലിയ നേതായിരുന്നു. ജിന്നയും മലബാറും തമ്മിലുള്ള ബന്ധം എന്താണ്? മലബാറില് മാപ്പിളമാരെ കണ്ടാൽ ഒരു ചോദ്യവും കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമമുണ്ടായിരുന്നു, മോപ്പിള ഔട്ട്റേജിയസ് ആക്ട്. ആ ആക്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് 21 കാലഘട്ടത്തിലാണ്. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്ത് MP നാരായണമേനായിരുന്നു. MP നാരായണമേൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഈ ആക്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ അസംബ്ലിയിൽ പ്രഫുല്ലഭായ് പട്ടേൽ അതിശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ആ വാദങ്ങൾ ഉന്നയിച്ചപ്പോ ആ ആക്ട് പിൻവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരാൾ എണീറ്റു നിന്നു. അത് മലബാറിലെ സമാധാനത്തെ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞ് എണീറ്റു നിന്ന ആൾ മുഹമ്മദ് അലി ജിന്ന എന്ന മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിലൊന്നും തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഇതാണ്. അങ്ങനെയുള്ള ഒരു മുസ്ലിം ലീഗ് കേരളത്തിൽ 37 രൂപപ്പെടുത്തപ്പോൾ എന്തുകൊണ്ട് അതിലേക്ക് മുസ്ലിം സമുദായം പോയി എന്നുള്ളത് ചിന്തനീയമായിട്ടുള്ള ഒരു കാരണം. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവരെ തള്ളിപ്പറഞ്ഞു. 1939 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട കാലത്ത് അതിന് കടുത്ത മതവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നു. അതും അവർക്ക് വലിയ തരത്തിലുള്ള ഒരു ആവേശം നൽകിയില്ല. എങ്കിലും വലിയൊരു ചെറിയ ശതമാനമെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മുഹമ്മദ് റഹ്മാന്റെ പ്രസ്സിലാണ്, അല്ലമീൻ പ്രസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രിന്റ് ചെയ്തത്. അബ്ദുറഹ്മാനോട് അത് ചെന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടും K ദാമോദരനും കൂടിയിട്ടാണ് എന്നുള്ളതാണ് സത്യം. വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിന് ആദ്യം മാനിഫെസ്റ്റോ മലയാളത്തിൽ പ്രിന്റ് ചെയ്യുന്നത് അല്ലമീൻ പ്രസ്സിൽ മുഹമ്മദ് റഹ്മാനാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് മുസ്ലിംസിനെ സ്വാഗതം ചെയ്തു. അപ്പൊ കോൺഗ്രസിൽ നിന്ന് പോയി ഈ കാലത്താണ് മുസ്ലിം ലീഗ് വരുന്നത്. അപ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു മണ്ണില് സാമ്രാജ്യത്വ അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് വേരുറക്കുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി നമ്മളിപ്പോഴും നോക്കിക്കാണുന്നുണ്ട്. എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഇത്രയും വലിയതുണ്ടായിരുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അധികാരത്തോട് ഭ്രമമുള്ളവരാണ് കേരളത്തിലെ നായന്മാരും മുസ്ലിംസും ക്രിസ്ത്യാനികളും ഒക്കെ. അധികാരത്തിനോട് എവിടെ കസാര കണ്ടാലും ഇരിക്കും, എന്ത് ഒത്തുതീർപ്പിനും ഉണ്ടാവും. ഞാൻ ഒരു ഇതായിട്ട് പറയല്ല, അധികാരം എന്ന് പറഞ്ഞാൽ അതാണ്. അത് നിങ്ങൾക്ക് കാണാം, അത് വളരെ ഇതിൽ കാണാം. കേളപ്പൻ KPCC പ്രസിഡന്റ് ആവുമ്പോൾ മുഹമ്മദ് റഹ്മാൻ ഇതിന്റെ പ്രസിഡന്റ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ട് കാണാം. അതായത് മാപ്പിള നായർ സന്ധിയും സമരവും എന്ന നിലയിൽ പലപ്പോഴും മലബാറിലെ ഇതിനെ കാണാൻ പോകേണ്ടി വരും. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പോ ഈ മലബാറില് മുസ്ലിംസിനെ എന്ത് ചെയ്യും എന്നുള്ള മുസ്ലിംസ് പൊതുവെ വന്നത് മുസ്ലിം ലീഗിലേക്കാണ്. പക്ഷേ 47 ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള അടിസ്ഥാനവർഗങ്ങൾക്ക് നല്ല ശ്രമങ്ങളുണ്ടായി. അതിനെ ഏറ്റവും പ്രധാനത നടത്തിയത് K ദാമോദരനും ഇമ്പിച്ചിയാവയാണ്. അതിന്റെ ദൃഷ്ടാന്തം നിങ്ങൾക്ക് ഇന്ന് കാണാം. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള തിരൂര് പൊന്നാനി ബെൽറ്റിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴത്തെ ആ കാലഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് മൈനോറിറ്റി ഭയങ്കര ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം ഇമ്പിച്ചിവാവയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തത്. EMS ആ നിലയിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. EMS നടത്തിയത് ഈ പാർട്ടികളുമായിട്ട്, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുമായിട്ട് 1965 1967 ഒക്കെ തന്നെ
അവരുമായിട്ട് അധികാരം പങ്കിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിലൊന്നും തന്നെ അത് പലപ്പോഴും തന്നെ അതൊന്നും വേണ്ടത്ര വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ മുസ്ലിംസിന് അധികാരം കിട്ടും എന്ന് കാണിച്ചു കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 67 മന്ത്രിസഭയിൽ സ്ഥാനം നൽകിക്കൊണ്ടാണ് അത് കേരളത്തിൽ സാധ്യമാകുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ സമുദായത്തെ പിന്നീട് ഈ മുസ്ലിം സമുദായം ഇതിനെ എങ്ങനെയാണ്, ക്രിസ്ത്യൻ സമുദായത്തെ കുറിച്ചിട്ടും ഉണ്ട് ഇതേ വിഷയങ്ങൾ. ഞാനത് കുറേ കൂടി സെബാസ്റ്റ്യൻ പോളിന് കുറേ കൂടി വിശദമായിട്ട് പറയാൻ പറ്റുമെന്നാണ്. ഞാൻ അതിലേക്ക് കടന്ന എല്ലാം കൂടി കൂട്ടി കുഴക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ്. ക്രിസ്ത്യാനിറ്റിയിലും ഈ ഒരു വിഷയമുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ശ്രമിക്കുന്നത് പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ. പക്ഷെ കൃത്യമായിട്ട് ഒരു ശ്രമം നടത്തിയത് ചാവക്കാടാണ്. ചാവക്കാട് ബേബി ജോൺ എന്ന് പറയുന്ന ഒരു സഖാവ് ഇപ്പോഴും അദ്ദേഹം ചോദിച്ച യോഗിയായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹമാണ് 70കളിൽ വന്നിട്ട് അവിടെ ലീഗിന്റെ ശക്തി കോട്ടയായിരുന്ന, മലപ്പുറം ജില്ലയേക്കാൾ കൂടുതൽ ശക്തിയായിട്ടുള്ള ഒരു ലീഗിന്റെ കോട്ടയെ തച്ച് തരിപ്പടമാക്കുന്നത് ബേബി ജോൺ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ മൈനോറിറ്റിയിലേക്കുള്ള ഒരു ഇൻവേഷനാണ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് മുസ്ലിം സമുദായത്തെ അടുപ്പിക്കുക എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെ എന്നെ കണ്ടുപിടിച്ച ആളാണ് ബേബി ജോൺ. എന്നെയല്ല നിരവധി ആളുകളെ ഇന്ന് കാണുന്ന നേതൃത്വത്തിൽ. ചാവക്കാട് അതിശക്തമായിട്ടുള്ള ഒരു CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് കാരണം ബേബി ജോൺ. അത് കേരളത്തിലേക്ക് പലയിടത്തേക്കും പിന്നീട് ശ്രമിക്കേണ്ടായി. അത് പാലക്കാട് ശിവദാസ മേനനെ പോലെയുള്ള നേതാക്കന്മാർ അതിശക്തമായിട്ട് ശ്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പിന്നീട് ഇതിന് ഒരു ഓൾ കേരള ലെവലിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ആദ്യം കാണുന്നത് പിണറായി വിജയനാണ്. 96 മുതൽ 96 തന്റെ ഈ നായനാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ലക്ഷ്യം വെച്ചത് ഈ സമുദായത്തെ എങ്ങനെ ഡയറക്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത ഈ പ്രവർത്തനങ്ങൾ എല്ലാ വീടുകളിലും, അദ്ദേഹം പ്രധാനപ്പെട്ട വീടുകൾ, കേരളത്തിലുള്ള എല്ലാ വീടുകളിലും അദ്ദേഹം സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും അവരെക്കുറിച്ച് ഇതുണ്ടാക്കുകയും പാർട്ടികൾ ഉണ്ടാക്കുകയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആ കാലത്ത് കഴിഞ്ഞു എന്ന്. ഗൾഫ് നാടുകളിൽ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം പോകുകയും ജയില് വരെ സന്ദർശിച്ച് അവിടെയുള്ള മലയാളികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. ഒരു പ്രാവശ്യം ജയിലിൽ പോയി, ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ഭയങ്കര ജയിലിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ ആളുകളെയും കണ്ട് അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകളിൽ നിന്ന് ചിലത് ഗ്രാസ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകളെ ചോദിച്ച് പാകിസ്ഥാൻകാരുണ്ട്, ഈജിപ്തുകാരുണ്ട്, മലയാളം, വളരെ ചെറിയ കുറ്റങ്ങൾക്കാണ് ഇവർ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം മന്ത്രിയായപ്പോഴാണ് ഷാർജ ഷെയ്ഖിനെ വിളിച്ചു വരുത്തിയിട്ട് ജയിൽ വിമോചനത്തിന്റെ ഒരു ഇതുണ്ടാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ഈ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ അദ്ദേഹം വക്കാലത്തെടുക്കാൻ പറഞ്ഞില്ല, ഞാൻ ഇതിന്റെ സത്യസന്ധമായ രാഷ്ട്രീയമാണ് പറയുന്നത്. അദ്ദേഹം ജയിലിൽ നിന്ന് പോയപ്പോൾ ഒരു അറബിയുടെ വീട്ടിലായിരുന്നു ഭക്ഷണം. അറബിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ വലിയ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഇറച്ചി ചോറൊക്കെ ഇട്ടിട്ട് കൊടുന്ന് വയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾക്ക് കൈകൊണ്ട് തന്നെ അവരെല്ലാവരും എടുത്ത് തിന്നണം ആ പാത്രം. എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ചെറിയ പ്ലേറ്റ് സംഘടിപ്പിച്ച് ഞാൻ നല്ല വാരിട്ടിട്ട് തിന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ വീട്ടിലെ ഹോസ്റ്റ് ഒരു അറബിയായിരുന്നു, അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ കയള കൈകൊണ്ട് ഈ ഇറച്ചിയൊക്കെ വാരി പിണറായി വിജയൻ്റെ പാത്രത്തിൽ ഇടുന്നുണ്ട്. നമ്മൾക്ക് വേഗം ദേഷ്യം വരുന്ന ആളാണ് പിണറായി വിജയൻ, പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്. ഞാൻ വിചാരിച്ചു പടച്ചൻ്റെ കൊള പോലെ അത് കൊള ഒന്നും വിടുന്നില്ല. ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളോട് മറ്റുള്ളവരോട് പറഞ്ഞു ഓക്കെ എനിക്ക് ഇത്ര മതി എന്നാണ്. തിന്നു കഴിഞ്ഞു വളരെ കൂളായിട്ട് എനിക്ക് വന്ന് പുറത്ത് കിടന്നപ്പം ചോദിച്ചു അതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചു, അല്ല അയാൾ ഇട്ട് തന്ന അങ്ങനെ അതേപോലെ അത് എൻ്റെ കയ്യല്ലേ വിളമ്പിയത്. അതെന്താ അങ്ങനെ മനസ്സിലാക്കാത്തത്? എൻ്റെ കയ്യാണ് വിളമ്പി തന്നത്, എൻ്റെ കയ്യാണ്. അതാണ് ഇസ്ലാമിക്
ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ട് അതിനയാൾ ശ്ലാഘിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വലിയ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ഉണ്ടായ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ആ കാലത്ത് എടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഈ ജില്ലാ തലങ്ങളിലൊന്നും എടുത്തോ എന്ന് സംശയമാണ്. കാരണം പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോഴൊക്കെ ജനാധിപത്യ അനുപാതത്തിലുള്ള, സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, ജനാധിപത്യ അനുപാതത്തിലുള്ള റെപ്രസെന്റേഷൻ, അതാണ് ലീഗിന് കിട്ടുന്ന ഒരു ഇത്. പലപ്പോഴും UDF പോകുന്ന ഒരു ഇത് അതാണ്. അപ്പോൾ മതന്യൂനപക്ഷങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഡെമോക്രസിയും ജനാധിപത്യവും ഒക്കെ സുശക്തമായിട്ട് നിലനിർത്തണം. അവരെ ഈ സാമുദായിക സംഘടനകൾക്ക് അയച്ചു കൊടുക്കുകയല്ല. എന്താണ് സാമുദായിക സംഘടനകളുടെ സ്ഥിതി മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം? 70 തൊട്ട് മുസ്ലിം സമുദായം, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഫസൽ പറയുന്ന എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിന് എല്ലാം കൂടുതൽ. ഞാൻ അതിൻ്റെ ഒരു ചെറിയത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇവിടെ സാമുദായിക സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ തന്നെ നിരവധിയുണ്ട്. ഇവർക്കൊക്കെ എന്ത് സ്വാധീനമാണ് മുസ്ലിം സമുദായത്തിലുള്ളത്? ഇവർ പറഞ്ഞതൊക്കെ മുസ്ലിം സമുദായം കേട്ടോ? 70 മുതൽ സമ്പന്നതയിലേക്ക് പോയ, വിദ്യാഭ്യാസത്തിലേക്ക് പോയ ഈ സമുദായത്തിലേക്ക് നിരവധി ഫത്വകൾ വന്ന്, നിങ്ങൾ സ്കൂളിൽ പോകരുത്, നിങ്ങൾ സർക്കാർ ജോലി വാങ്ങരുത്, നിങ്ങൾ ശമ്പളം പറ്റരുത്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഫത്വകളാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇവർ പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ? എങ്ങനെയാണ് മുസ്ലിം സമുദായം നേരിട്ട് വളരെ നിശബ്ദമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും പെൺകുട്ടികൾ കോളേജിലേക്കും സ്കൂളിലേക്കും തുരുതുരാ പോയി തുടങ്ങി, വിദ്യാഭ്യാസം നേടി. വീട്ടില് അവർ പറഞ്ഞവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറില്ല. ഒരു സാമുദായിക സംഘടനയ്ക്കും ഇന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ ഷിനോറിയയില് ഒരു സ്ഥാനവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്തു നോക്കുക, ഇവർ പറഞ്ഞിട്ടുള്ള ഫത്വകളും ഇവർ പറഞ്ഞ ആഹ്വാനങ്ങളും എടുത്തു നോക്കുക. ഇവരുടെ പിന്നിൽ മുസ്ലിം സമുദായമല്ല, ക്രിസ്ത്യൻ സമുദായമല്ല, ഹിന്ദുക്കളും ഇല്ല, ഒരു സമുദായ സംഘടനകളും ഇല്ല. ഇല്ലാത്ത സ്വാധീനമില്ലാത്ത ഒരു വിഭാഗത്തിന് അത്തരത്തിലുള്ള ഒരു ആശയം ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെന്റും. ലീഗിന്റെ ആവശ്യം എന്താ? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ നിലനിൽക്കണം. അതായത് ന്യൂനപക്ഷങ്ങള്, ഈ സമുദായ സംഘടനകൾ പറയുന്നതാണ് ഇവർ കേൾക്കുന്നത് എന്ന ബോധം പൊളിറ്റിക്സിൽ നിലനിർത്തണം. യഥാർത്ഥത്തിൽ ഒരു വോട്ടും, ഇത് ഫസൽ ഗഫൂർ വളരെ വ്യക്തമായിട്ട് ഒരു വോട്ടും ഇവർക്ക് കിട്ടുന്നതല്ല. ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ പല നിയമസഭാ തെരഞ്ഞെടുപ്പ്, 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് എടുത്തു നോക്കിയാലും കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളൊന്നും അച്ഛന്മാരോ മൊയ്ലിയക്കന്മാരോ പറയുന്നത് കേൾക്കുന്നതല്ല എന്നാണ് എൻ്റെ വിനീത അഭിപ്രായം. ഞാൻ തോമസ് ഐസക് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് പത്തനംതിട്ടയിൽ പോയപ്പോൾ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, വന്ന് ലോഹിയൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പള്ളിയിൽ ഈ വോട്ട് എന്താ PT പറയണം? ആര് കേൾക്കാൻ? പറഞ്ഞാൽ തന്നെ കുഴപ്പമാണ്. അപ്പോൾ അത് പറയലില്ല. പക്ഷെ ഇവരില്ലാത്ത ഒരു ഈ സമുദായ സംഘടനകൾക്ക് വലിയ ഇതുണ്ട് എന്ന തോതിൽ ഇവർ പലപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യുന്നു പൊളിറ്റിക്കൽ പാർട്ടികളായിട്ട്. പൊളിറ്റിക്കൽ പാർട്ടികൾ എന്തോ വെല്ലുണ്ട് എന്നൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. പലസ്തീൻ ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, അല്ലാതെ ഒരു മതപരമായ ഇഷ്യൂ അല്ല അത്. അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഒരു കപ്പല് ഗസയിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണത്, അല്ലാണ്ട് ഒരു മതപരമായ ഇഷ്യൂ അല്ല. ആ നിലയിലൊക്കെ കാണുന്ന രീതിയിൽ നമ്മളുടെ സെക്യുലർ പാർട്ടികൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. സെക്യുലർ പാർട്ടികൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവരുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷന് വരേണ്ട കാലഘട്ടമാണിത്. അല്ലാതെ ന്യൂനപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ സമുദായ പാർട്ടികളിലെ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് സഖ്യമുണ്ടാക്കുകയോ അല്ല ചെയ്യേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് പഴയ മുസ്ലിം സമുദായമല്ല, അവിടുന്നൊക്കെ എത്രയോ പോയി, എത്രയോ മാറി. ഭക്ഷണത്തില്, വസ്ത്രത്തില്, കല്യാണങ്ങളില്, വിവാഹങ്ങളില്, മറ്റു ചടങ്ങുകളില്, എല്ലാറ്റിലും അവരൊന്നും ഈ പൗരോഹിത്യത്തെ നിരാകരിക്കാനൊന്നും അവർ പോകുന്നില്ല സമരത്ത്. അവരവരെ വഴിക്ക് പോകുന്നു. നിങ്ങളവിടെ കിടന്ന് പറഞ്ഞോ,
ആവശ്യമുള്ളവർ നിസ്കരിക്കും, ആവശ്യമില്ലാത്തവർ നിസ്കരിക്കില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ അവരൊന്നും ഇതിനെക്കുറിച്ച് കലഹിക്കാനോ അല്ലെങ്കിൽ മൈലാക്കന്മാരായിട്ട് തല്ലുകൂടാനോ ഒന്നും ഇവർ പോകുന്ന ഒരു സമൂഹമല്ല. അവിടുത്തെ സ്ത്രീകൾ ഏറ്റവും സുശക്തമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകൾക്ക് വലിയ തോതിൽ ഉള്ള ഒരു സൊസൈറ്റി ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിമാരാണ്. ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്, ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ മതന്യൂനപക്ഷങ്ങളെ സെക്യുലറൈസ് ചെയ്യുക, ഡെമോക്രൈറ്റൈസ് ചെയ്യാൻ അവരുമായിട്ട് ഡയറക്റ്റ് ചെയ്യലാണ് ഏറ്റവും ആവശ്യം. അതിലേക്ക് ജനസംഖ്യാനുപാതമായിട്ടുള്ള റെപ്രസെന്റേഷൻ അവർക്ക് കൊടുക്കലാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്കും പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശദമായിട്ട് സെബാസ്റ്റ്യൻ പോളും KEN ഒക്കെ വിശദമായിട്ട് പറയും. ഫസൽ ഇത് മാസ്റ്ററാണ്, സർക്കിക്കിന് കെട്ടുണ്ട് TV-യിലൊക്കെ. ഞാൻ ഫസലായിട്ട് സംസാരിച്ചത് ഞാൻ എങ്ങനെ പറയാന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ എന്താ ഫസൽ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആരെന്ത് പറഞ്ഞാലും സത്യസന്ധമായിട്ടുള്ള ഒരു ഡിബേറ്റാണ്. ഇതൊരു തുടക്കമാണ് കേരളത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് തുടക്കമാണ്. നമ്മൾ ഓപ്പണായിട്ട് ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വി ആർ ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലർ ഫാബ്രിക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.